ബ്ലഡ് റിപ്പോർട്ട്സ് വരുമ്പോൾ HIV പോസിറ്റീവ് വരെ അത് കേൾക്കുമ്പോൾ അവരെ മൈൻഡിലുള്ള ആ ഒരു അവസ്ഥ ഈ ഹെറ്ററോസെക്ഷൽ ആൾക്കാർക്ക് HIV വരുള്ളൂ. ബട്ട് ഏറ്റവും കൂടുതൽ കേസാണത് ഹോമോസെക്ഷൽ ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ, ആണ് പെണ്ണായിട്ടോ പെണ്ണാണായിട്ടോ അല്ലെങ്കിൽ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ തേങ്ങയായിട്ടോ ജീവിച്ചോട്ടെ. പക്ഷെ അതൊക്കെ പിടിച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെ എടുത്ത് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ജോസഫ് ജെയിംസ് എന്നാണ് പേര്. ജോസഫ് ജെയിംസ് വളാഞ്ചേരിയിൽ കുത്തിവെക്കുന്ന ബാധിതരാണെന്ന് അറിഞ്ഞ് നൂറുകണക്കിന് പുതിയ കവറിലിട്ടാണ് ഇരകൾക്ക് നൽകിയിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നു കഴിഞ്ഞവർക്ക് പ്രാന്താ. ഒരു ദിവസം 10 പേർക്കെങ്കിലും രോഗം. ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു ലിമിറ്റ് നമുക്ക് നിർത്താന്ന് വിചാരിക്കും. പക്ഷെ HIV ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വെൽക്കം ടു HIV കമ്മ്യൂണിറ്റി. ഹലോ ഗൈസ്, വെൽക്കം ടു ഫിസിയോളജി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ ടോപ്പിക് സംസാരിക്കാൻ പോകുന്നത് HIV/AIDS സ്പ്രെഡിങ്ങും അതിൻ്റെ ഓരോ വിഷയത്തിനെ കുറിച്ചാണ്. നമ്മൾ വല്ലാണ്ട് നെവറാക്കി വിടുന്ന ഒരു കേസാണ് ഈ HIV. ഇഷ്ടം പോലെ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇതേപോലെ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതേപോലെ കേട്ടത്. ഒരാൾ ഇതേപോലെ ജസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവനക്ക് ഇങ്ങനെ ബ്ലഡ് റിപ്പോർട്ട്സ് വരുമ്പോൾ HIV പോസിറ്റീവ് വരെ അത് കേൾക്കുമ്പോൾ അവരെ മൈൻഡിലുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ലൈഫ് അതോടെ മാറി മറിഞ്ഞില്ലേ. അത്രയും വലിയൊരു ഇഷ്യൂ ആണ് HIV. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു സ്റ്റോറിയാ. ഇവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഗോവയിൽ ചില്ലാക്കാൻ പോയതാ. അതിനവിടുന്ന് കുറച്ച് കമ്പനീസ് ഒക്കെ കിട്ടി. രാത്രി അവർ ടുഗദർ ആയിട്ട് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം എനിക്കിപ്പോ ഗേൾസ് കാണാനില്ല, ഫുള്ള് പോയി. ചെക്ക് ചെയ്തു റൂമിൽ നോക്കി പറഞ്ഞു അവരതൊന്നുമില്ല. വാഷ്റൂം പോയി ഫ്രഷ് ആവാനായിട്ട് പോയതാ. മിററിൽ വെൽക്കം ടു HIV കമ്മ്യൂണിറ്റി ലിപ്സ്റ്റിക് കൊണ്ട് ചോദിച്ചത്. എന്തല്ലേ അവസ്ഥ. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കേസസ് ഇപ്പൊ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അറൌണ്ട് 4 lakhs ഓഫ് കേസസ് ആണ് പുതിയതായിട്ട് HIV പോസിറ്റീവായി കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമത് നിൽക്കുന്നത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്. യെസ്, അത് കഴിഞ്ഞ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 25,000 കേസസോളം ഈ HIV പോസിറ്റീവ് കേസസോളം വന്നിട്ടുണ്ട്. ഈവൻ ഈ സംഭവം നടക്കുന്നത് ഇപ്പൊ കുറെ ആൾക്കാർ കൊച്ചു പിള്ളേർക്ക് വരണേ, ബിലോ 18 ഏജ് ഉള്ള ആൾക്കാർക്ക് വരണേ. ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഉത്തരാഖണ്ഡില് രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ആ സ്ഥലത്ത് ഉടനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ജോഷി ഹോസ്പിറ്റൽ. ഈ ജോഷി ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ ഇങ്ങനെ ഡേ ബൈ ഡേ ഓരോരുത്തർ ഇങ്ങനെ വരാണ്. ജെനിറ്റൽ ഏരിയയിൽ മുറിവ്. ഒരു ദിവസം വന്നു, മരുന്ന് ഓയിൽമെന്റ് കൊടുത്തു വിട്ടു. വീണ്ടും വരാണ്, മാറിയില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കി HIV പോസിറ്റീവ്. സെക്കൻഡ് ഡേ ഇതേപോലത്തെ സിംറ്റംസ് ഉള്ള ആൾക്കാർ വന്നു തുടങ്ങി. ഡേ ബൈ ഡേ ഓരോ ദിവസം ഓരോന്ന്. ആദ്യം നമ്മൾ ചുമ്മാ ഈ കുട്ടി അങ്ങനെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ കുട്ടി ആദ്യം ചുമ്മാ പോകുന്നത് ജസ്റ്റ് ഇങ്ങനെ നോർമലായിട്ട് അവനക്ക് എന്തോ ഒരു പനി എന്തോ മുറിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പോയത്. അപ്പൊ നോർമൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യാം. അപ്പൊ HIV ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ ജസ്റ്റ് ഒരു പ്ലാൻ B പോലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. എത്ര ആൾക്കാർ സെയിം അങ്ങനെ അവരെ സ്റ്റോറി എത്ര ആൾക്കാരാണ്? 19 ആൾക്കാര് HIV. 19 ആൾക്കാരിൽ 17 ആൾക്കാർ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാ. അതിലൊരാള് മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇതെന്താണ് ഈ 15 ആൾക്കാര് റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് അതൊരു ലേഡി ആയിട്ട് ഇന്റർകോഴ്സ് ചെയ്ത ഇഷ്യൂ ആണ്. അവരുടെ നെയ്ബർ ആയിട്ട് വരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണാണെങ്കിൽ ഇതേപോലെ 18 വയസ്സുള്ള ഒരു പെണ്ണ. ഈ പെണ്ണ് ഡ്രഗ്സ് യൂസ് ചെയ്യണ പെണ്ണ. ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. ഈ ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് ലാസ്റ്റ് പൈസ ഇല്ലാണ്ടായി. അപ്പൊ അവൾ എന്ത് ചെയ്തു, സ്വന്തം ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കി. ആ പെട്ടത് ഇങ്ങനത്തെ കുറച്ച് ലോക്കലായിട്ടുള്ള പിള്ളേരിൽ പെട്ടു. മാരീഡ് ആയിട്ടുള്ള ഒരാളും പെട്ടു. ആ മാരീഡ് ആയ ആള് പിന്നെ അവരെ വൈഫ് അവരുടെ കുട്ടികൾക്ക് അതൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻസിഡന്റ് പറയുമ്പോൾ വേറൊരു ഇൻസിഡന്റ് ത്രിപുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആ സ്റ്റേറ്റിൽ വരുന്ന ഒരു ഇൻസിഡന്റ് ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അറൌണ്ട് 828 കേസസ്, അതിൽ 47 മരണം ഉണ്ടായി എന്നുള്ള കേസസ് ന്യൂസ് ചാനൽസിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായത്. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ത്രിപുര ഏരിയയില് ഒരു ത്രിപുര AIDS കൺട്രോൾ സൊസൈറ്റി എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ ഈ സൊസൈറ്റി കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാരെ കോളേജസിൽ അറൌണ്ട് 28 കോളേജസും അറൌണ്ട് 300 സ്കൂൾസും ഒക്കെ മൊത്തം എന്ത് ചെയ്തു, ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ HIV ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് 828 ആൾക്കാരിൽ HIV പോസിറ്റീവ് ആണ്. അതും കുട്ടികൾ, കോളേജ് കുട്ടികളിൽ. അപ്പൊ നമ്മൾ HIV കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ സ്പാർക്ക് അടിക്കുക എന്താ, ഇങ്ങനത്തെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ്, അതുപോലെ ഈ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക HIV കേൾക്കുമ്പോൾ. പക്ഷെ ഈ 800 ആൾക്കാർക്ക് വന്നത് ഇത് കാരണം കൊണ്ടായിരുന്നില്ല. യൂസ് ചെയ്ത നീഡിൽസ് എന്ന് വെച്ചാൽ HIV ഉള്ള നീഡിൽസ് വീണ്ടും റീയൂസ് ചെയ്തിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഈ ത്രിപുരയില് സംഭവം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അവര് കുറെ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളത്. പല ആൾക്കാർ പല റിസർച്ച്. ഇതിപ്പോ ഈ ഡ്രഗ് അഡിക്ഷൻ വളരെ കൂടുതലാണ് ഈ ത്രിപുര എന്ന് പറഞ്ഞാൽ. ത്രിപുര എന്ത് എന്റെ നാട്ടിലുണ്ടായിരുന്നില്ല ഇഷ്യൂ. വളാഞ്ചേരിയിൽ കുത്തിവെക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവർക്ക് HIV ബാധ കണ്ടെത്തിയിരിക്കുന്നു എന്ന വളാഞ്ചേരി ഉണ്ടായി ഷിയാപ്പെടുത്താറുണ്ട്. ഞാൻ
ഞാൻ ഇങ്ങനെ ന്യൂസിന് ചെയ്യാനല്ല പെട്ടെന്ന് പറയാം മലപ്പുറം വളാഞ്ചേരിയിൽ ഇതേപോലെ 10 ആൾക്ക് HIV പോസിറ്റീവ്. നമ്മളെ നാട്ടില് അതും ഇതേപോലെ തന്നെ ഈ ഡ്രഗ് യൂസേജ് കാരണം കൊണ്ട് യൂസ്ഡ് നീഡിൽസാ. ഇതാലോചിക്കും ഇപ്പൊ ഈ ഡ്രഗ് യൂസേജ് തന്നെ നോക്കണ്ട, ഇപ്പൊ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആൾക്കാർ പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള യൂട്ടൻസിൽസിൽ ബോഡി ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയിലോട്ട് കയറും. അല്ലാണ്ട് ഈ അൺപ്രൊട്ടക്റ്റഡ് മാത്രമല്ല, വേറെ ഇഷ്യൂ ഞാൻ കണ്ടത് കേട്ടതാണ് കേട്ടോ, എത്രത്തോളം സത്യം കാര്യമില്ല. ബട്ട് ഈ തിയേറ്റേഴ്സിലൊക്കെ ആൾക്കാർ ഈ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രാന്താ എയ്ഡ്സ് രോഗിയായ യുവാവ് മൊഴി നൽകി. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരെ ബോധപൂർവം HIV ബാധിതരാക്കിയിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവും, എത്ര ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവാണ്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആക്കണം എന്നുള്ള വാശി, എന്റെ ജീവിതേ കോളായി, ബാക്കിയുള്ള ഒരു ജീവിതം എനിക്ക് കോളാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആൾക്കാർക്ക്. ഇതേ മൈൻഡ് സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ഒരു ഓട്ടോ ഡ്രൈവർ ജോസഫ് ജെയിംസ് എന്നാണ് മൂപ്പരെ പേര്. ജോസഫ് ജെയിംസ്. ഈ ഓട്ടോ ഡ്രൈവറിന് ഓൾറെഡി കുറച്ച് കച്ചറയാ. മൂപ്പർക്ക് അതിന് ശേഷമൊക്കെ മൂപ്പർക്ക് HIV പോസിറ്റീവായിട്ട് മൂപ്പരുടെ മൈൻഡ് സെറ്റ് മാറി. എങ്ങനെയെങ്കിലും സ്പ്രെഡ് ചെയ്യണം, എനിക്ക് കിട്ടി ഞാൻ ബാക്കി ആൾക്കാർക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ മൂപ്പരെ ഓട്ടോയിൽ കയറുന്ന ആൾക്കാരായിക്കോട്ടെ, മൂപ്പർക്ക് കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. 300+ വുമൻസ് ആയിട്ട് മൂപ്പര് ഇന്റർകോഴ്സ് ചെയ്തു മൂപ്പര് പറയണം. മൂപ്പരാണെങ്കിൽ 3 പ്രാവശ്യം കല്യാണം കഴിച്ചതാ, 3 പ്രാവശ്യം ഡൈവോഴ്സ് ആയി പോയി, കുട്ടികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്പ്രെഡ് ചെയ്യണ മൈൻഡ് സെറ്റ് വെച്ച് നടക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഇഷ്യൂ ആണെന്ന് ആലോചിച്ചു. ഇത് അങ്ങനെ ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് ഇങ്ങനെ ഈ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ ഇപ്പൊ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പുറത്ത് പോയിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഈ ബാംഗ്ലൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഗോവ ഇങ്ങനത്തെ ഏരിയസിൽ, ഈ ത്രിപുര പറഞ്ഞ ഏരിയ അത്രയും ഈ ഡ്രഗ് കാർട്ടിൽസ്, കാരണം ആ ഒരു കോർണറിലാണ്, സീ സൈഡാണ്. അപ്പൊ എന്ത് ആൾക്കാര് കുറെ ഡ്രഗ് കാർട്ടിൽസ് ഒക്കെ കൂടുതലായിക്കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്ത് ഇപ്പൊ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു ലിമിറ്റ് നമുക്ക് നിർത്താന്ന് വിചാരിക്കും. പക്ഷെ HIV ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റില്ല. HIV കേസ് പറയുമ്പോൾ ഫസ്റ്റ് HIV ഉണ്ടായത് ആഫ്രിക്കൻ ചിമ്പാൻസിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഈ ചിമ്പാൻസി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുക അവിടുത്തെ ആഫ്രിക്കത്തെ ആൾക്കാർ ചിമ്പാൻസി ഇന്റർകോഴ്സ് ചെയ്തു, അങ്ങനെയൊക്കെ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അതായത് അവര് ഹണ്ടിങ്ങിന് പോകുമ്പോ ഈ ചിമ്പാൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന മുറിവുകൾ, അതായത് ഹണ്ടേഴ്സിന്റെ മേത്തൊക്കെ ഈ വൂൺസ് വരും, ഓപ്പൺ വൂൺസ് വരും. ട്രൈബൽസ് അല്ല, ആഫ്രിക്കൻസ്. അപ്പൊ അവരുടെ മേത്ത് ഓപ്പൺ വൂൺസ് വരുമ്പോ ഈ ചിമ്പാൻസിന്റെ മേത്തുള്ള ഫ്ലൂയിഡ് അധികം അങ്ങനെ ഇറ്റ് കഴിഞ്ഞാല് ഫ്ലൂയിഡ് വഴി അങ്ങനെ HIV ആക്ച്വലി ചിമ്പാൻസിൽ വരുന്നത് HIV അല്ല, SIV ആണ്. SIV ഹ്യൂമൻസിൽ എത്തുമ്പോഴാണ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസായി മാറുന്നത്. എങ്ങനെ ഇതൊക്കെ സ്പ്രെഡ് ആവുന്നുള്ളത് കുറെ ആൾക്കാർക്ക് അറിയില്ല. അതാണ് മെയിൻ സംഭവം. അപ്പൊ ബേസിക് ആയിട്ട് എന്റെ അതിനെക്കുറിച്ച് പറയാനുള്ളത് ആദ്യം എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു RNA വൈറസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്, നമ്മുടെ ബോഡിയിൽ കയറുന്നത്. ഒരിക്കലും നമ്മളെല്ലാവരും വിചാരിക്കും അത് ഈ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് മാത്രം കൊണ്ട് വരുന്നതാണ്. പക്ഷെ ടോപ്പിൽ 1 നിൽക്കുന്ന അൺപ്രൊട്ടക്റ്റഡ് സെക്സ് തന്നെയാണ്. പക്ഷെ രണ്ടാമത് നിൽക്കുന്നത് ഇതേപോലെ നീഡിൽസ് യൂസ് ചെയ്തിട്ടാണ്. ഈ നീഡിൽസ് ആൾക്കാർ യൂസ് ചെയ്ത നീഡിൽസ് പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ബോഡിയിലേക്ക് ഫ്ലൂയിഡിലേക്ക് കയറുന്നത്. മൂന്നാമത് മദർ ടു ബേബി, മദേഴ്സ് HIV മദേഴ്സ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറെ കേസസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത്. ഇപ്പോൾ വേറൊരു സംഭവം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു HIV വന്ന ആളെ ഒരിക്കലും നിങ്ങൾ ഹഗ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ കൂടെ ഇരുന്നോണ്ടോ കൂടെ ഇങ്ങനെ കിടന്നോണ്ടൊന്നും ഒരിക്കലും HIV പകരൂല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ആൾക്കാർ വിചാരിക്കും HIV അയ്യോ മോനെ വിട്ടുക്കാം പകരും, ഐസൊലേഷൻ. അത് ഓൾറെഡി ചില ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ഇത് പ്രേതം എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടിക്ക് എങ്ങനെ വന്നത് ഈ പാരന്റ് HIV പോസിറ്റീവ് ആയതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തിട്ടാ. അപ്പൊ ഈ ഡിപ്രഷനും ഈ ഡിസ്ക്രിമിനേഷനും കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഇത് വേറൊരു സംഭവം ഉള്ളത് ഈ LGBT കമ്മ്യൂണിറ്റിയിലുള്ളത്. അത് ഭയങ്കര വലിയൊരു വിഷയം. കാരണം LGBT കമ്മ്യൂണിറ്റി ആൾക്കാർ വിചാരിക്കും ഈ നോർമൽ ആൾക്കാർക്ക് ഈ ഹെറ്ററോസെക്ഷൽ ആൾക്കാർക്ക് HIV വരുള്ളൂ. ബട്ട് ഏറ്റവും കൂടുതൽ കേസാണത് ഹോമോസെക്ഷൽ ആൾക്കാർ, മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ, അങ്ങനെയൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പൊ LGBT കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ LGBTQ എന്താ സംഭവം. ഞാൻ ബേസിക്കലി ഐ ബിലീവ് ഇൻ 2 gender squad. കാരണം XY ക്രോമോസോംസ് മാത്രമേ നമ്മൾ പഠിച്ചുകൊണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യം എനിക്ക് ലൈക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആൾക്കാർ പറയും, എനിക്ക് പറയാനുള്ളത് ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ, ആണ് പെണ്ണായിട്ടോ പെണ്ണാണായിട്ടോ അല്ലെങ്കിൽ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ തേങ്ങയായിട്ടോ ജീവിച്ചോട്ടെ. പക്ഷെ അതൊക്കെ പിടിച്ചിട്ട് നമ്മളെ നാട്ടിലത്തെ പിള്ളേരെ അടുത്ത് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാല് അത് പണി പാളും, അത് നടക്കണ കാര്യമില്ല. അത് എന്തായാലും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അവരെങ്ങനെ ജീവിച്ചോട്ടെ. ഇപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പൊ ബിഗ് ബോസിലെ ആൾക്കാരൊക്കെ അവരെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുക, ഈ LGBT നോർമലൈസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടം പോലെ. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ടോ, ഞാൻ വലുതായി കഴിഞ്ഞിട്ട് ഒരു ആണിനെ കെട്ടിക്കോട്ടെ എന്നൊരു കുട്ടി പറയാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ഇൻസിഡന്റിലേക്ക് എത്തിയിട്ടുണ്ടാവും നമ്മുടെ ജനറേഷൻ വളർന്നു വരുന്ന ജനറേഷനെ. പക്ഷെ ഇന്നത്തെ ആൾക്കാർ ഭയങ്കര അത്യാവശ്യം നല്ല ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ തൊട്ട് വീണ് പോകരുത്. HIV ആണ് നമ്മുടെ മെയിൻ വിഷയം. അപ്പോൾ
HIV ഒരിക്കലും ഇങ്ങനത്തെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഹഗ് ചെയ്തുകൊണ്ട് കൂടെ കടന്നുകൊണ്ടൊന്നും ഒരിക്കലും ഇത് ബോഡി ഫ്ലൂയിഡ്സ് വഴി മാത്രം, ലൈക്ക് അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി മാത്രം അത് സ്പ്രെഡ് ആവുള്ളൂ. വേറൊരു ഡൗട്ട് ഞാൻ വെച്ചിട്ട്, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം നമ്മള്? ഓക്കെ, അതൊരു സംശയമാണ്. ലൈക്ക് HIV നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ ചെറിയ ഫ്ലൂ ലൈക്ക് സ്റ്റേജാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ ആദ്യം ചെറുതായിട്ട് ഒരു പനി, ജലദോഷം, നോർമൽ ഫ്ലൂ ഒരു പനി വരുന്ന ഒരു സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ART ട്രീറ്റ്മെന്റ്, ആന്റി റെട്രോവൈറൽ തെറാപ്പി, ആ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്ത് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഡിലേ ചെയ്യാം. വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് ആണ് അസിംറ്റമാറ്റിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ആ സിംറ്റമാറ്റിക് സ്റ്റേജിൽ ഒരു സിംറ്റംസ് ഉണ്ടാവില്ല, പക്ഷെ ബോഡിയിലേക്ക് ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും, പുറത്തോടൊന്നും കാണിക്കില്ല, ബോഡി ഫുള്ള് സ്പ്രെഡ് ആയി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് എയ്ഡ്സ് ആയി മാറുന്നത്. ആ എയ്ഡ്സ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ പോയി ഫുൾ ബാധിച്ചിട്ടുണ്ടാവും, ലോസ്റ്റ് ആയി ഉണ്ടാവും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരാണ്ടും ഈ കമ്മ്യൂണിറ്റി പോയി പെടാണ്ടും നോക്കുക, അതായത് LGBT കമ്മ്യൂണിറ്റി പോയി പെടാണ്ട് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എയ്ഡ്സ് ഉള്ള ആരെല്ലാം അറിയണമെങ്കിൽ അവരെ ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത്, കൂടെ കൂട്ടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് അതേപോലെ വരാണ്ട് ശ്രമിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യാം.